മോനിക്കുട്ടന്റെ വക മാംഗോ ഷേക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. രണ്ട് കപ്പ് കുടിക്കണം. അത് അമ്മയ്ക്ക് എത്ര മേടിച്ചു? ഒരു കപ്പ് കൂടി ഉണ്ട്. അമ്മമ്മ 2 കപ്പ് കുടിച്ചു, ഞാനും 2 കപ്പ് കുടിക്കും. ഞാനും കുടിച്ചു. അല്ലെങ്കിൽ ഇങ്ങനെ കുടിക്കേണ്ട വരത്തില്ലായിരുന്നു. അതുകൊണ്ട് എത്രയും ടേസ്റ്റ്. ചപ്പാത്തി വാ, ഇനി ചെന്നിട്ട് ചോറ് വെക്കണം. വന്നതേ ഉള്ളു പ്രിയങ്ങളെ. പിന്നെ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു ഇന്നാള് നമ്മള് അവിടുന്ന് ചപ്പാത്തി മേടിച്ചു കൊടുത്തെന്ന്. അതങ്ങ് ഇഷ്ടപ്പെട്ട്. ഇടയ്ക്കൊക്കെ പറയാം ചപ്പാത്തി വാങ്ങിച്ചോണ്ട് വരാം. ഇന്നലെയും പറഞ്ഞ്. അപ്പൊ ഇന്ന് ചപ്പാത്തി വാങ്ങിക്കാൻ കയറിയായിരുന്നു. അവിടെ ചപ്പാത്തി, പത്തിരി, ഗോതമ്പ് പൊറോട്ട, മൈദ പൊറോട്ട, അപ്പം, ഇടിയപ്പം, പിന്നെ നമ്മുടെ ടീ റസ്ക്, ഇതെല്ലാം അവരുണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇനി ഞാനൊരു പാക്കറ്റ് അപ്പം വാങ്ങിച്ചു. നോക്കാം, രാവിലത്തെ കേട്ടോ. നാളെ എനിക്ക് അവധിയാണ് പ്രിയങ്ങളെ. ഫാർമസിയിലെ അജിയണ്ണന്റെ ചേട്ടന്റെ മോന്റെ കല്യാണമാണ്. അപ്പം അവിടുത്തെ ആദ്യത്തെ കല്യാണമാണ്, ആ കുടുംബത്തിലെ ആദ്യത്തെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും പോവാണ്. നാളെ ഷോപ്പ് അവധിയാണ്. ഞാനും മോൻകുട്ടനും മാമി വരുന്നുണ്ടെന്നാ പറഞ്ഞത്. കൂക്കു പിന്നെ ജോലിക്ക് പോകുന്നിടത്തുനിന്ന് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാ പോകുന്നതെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. പോകുന്നുണ്ട്. അപ്പൊ നാളത്തെ ദിവസം അങ്ങനെ അങ്ങോട്ട് പോകും. ഇന്ന് രാവിലെ ജോലിക്ക് പോയി. ഒരു 12 മണിയൊക്കെ ആയപ്പം ആ എരിപൊരി വെയിൽ കൊണ്ട് ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ച് 2:30 ആയപ്പോൾ വീണ്ടും ആ എരിപൊരി വെയിലെല്ലാം കൊണ്ട് പോയി. ഈ പുറത്തിങ്ങനെ വെയിലടിച്ചിട്ട് പൊള്ളുക, അങ്ങ് നീറുക. പിന്നെ ഒരു ചെറിയൊരു ഓവർകോട്ട് പോലെ ഒരെണ്ണം ഉണ്ട് ഈ നമ്മുടെ ഈ ചൂടടിക്കാതിരിക്കാനുള്ള. അതിട്ടിട്ടൊന്നും എനിക്ക് ഒരു ഫീലും ചെയ്തില്ല കേട്ടോ. അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ചൂട് അതികഠിനമായിരുന്നു. പിന്നെ എന്താ പറയുന്നേ, ഞാൻ ഇങ്ങനെ വെയിൽ കൊണ്ട് അല്ലെങ്കിൽ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി വയ്യാഴികളൊക്കെ പറയുമ്പോൾ ചിലർ പറയുന്ന കാര്യം എന്താണെന്നറിയാവോ? വേറെ ഒന്നിനും അല്ലല്ലോ, അവരവരുടെ കാര്യത്തിനല്ലയോ, അതിന് വേണ്ടിയിട്ടൊക്കെ അല്ലയോ ഓടുന്ന. അവരവരുടെ കാര്യത്തിന് പിന്നെ ആരോടണം, നാട്ടുകാരോടണം എന്നൊക്കെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഓടണം എന്ന് വിചാരിച്ചാൽ നമ്മുടെ കാര്യത്തിന് നമ്മൾ തന്നെ ഇറങ്ങണം. അത് വേറൊരാൾ ചെയ്താലും സ്നേഹത്തോടെ ഞാൻ പറയാണ്, നമുക്കതിന് തൃപ്തി ഉണ്ടാവത്തില്ല അല്ലേ. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യുമ്പോൾ മാത്രമേ അതിനൊരു പൂർണ്ണത നമുക്ക് തോന്നത്തുള്ളൂ. എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ കഷ്ടപ്പാടിന്റെ ഒരു ഫലം നല്ല രീതിയിൽ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്കൊരു അടങ്ങാത്ത സന്തോഷമാണ്. അപ്പൊ ആ സന്തോഷത്തിലേക്കൊക്കെ നമ്മൾ എത്തപ്പെടാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ പ്രിയങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ആദ്യമേ ഞാൻ അങ്ങ് പറയുവാണ്, വീഡിയോ ഒക്കെ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുള്ള സമയമാണ് കേട്ടോ, ഒരുപാട് ആവശ്യങ്ങൾ. അപ്പൊ എൻ്റെ പ്രിയങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറെ കൂടി ഉത്സാഹിച്ച് നിങ്ങളുടെ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ഉണ്ടാവണം. ഞാൻ ഇടയ്ക്ക് ഒരു ലൈവ് വരാം. ലൈവിൽ നമ്മളങ്ങനെ സൂപ്പർ ചാറ്റോ ഗോൾസ് ഒന്നും വെച്ച് ഇതുവരെ ലൈവ് വന്നിട്ടില്ല. പക്ഷെ അങ്ങനെ ഒന്ന് വരണം എന്നാഗ്രഹിക്കുന്നു. ഇതൊക്കെ നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. നമ്മുടെ ഇൻകം നമുക്കുണ്ടെങ്കിലല്ലേ നമ്മൾ പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനൊക്കെ ഉള്ള മുട്ട് വരുമ്പോഴാണ് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവർ കളിയാക്കലുകൾ ഉണ്ടാവുന്നത് അല്ലേ. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ അവള് വലിയ കാര്യത്തിൽ ഇറങ്ങിയതാ, നടന്നില്ല, ഇങ്ങനെ തന്നെ വേണം എന്ന് പറയാനും ആളുണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ പോട്ടെ, മനുഷ്യൻ എന്ത് വേണേ പറഞ്ഞോട്ടെ. ദൈവം വിചാരിക്കണം നമ്മൾ വീഴണോ, വളരണോ, തളർന്നു കിടക്കണോ, കരയണോ, ചിരിക്കണോ എന്നൊക്കെ ഉള്ളത് അവിടുത്തെ തീരുമാനം പോലെ ഇരിക്കും. അപ്പോൾ ഇന്ന് അത്താഴത്തിന് ഒരു വകയില്ല.
അപ്പൊ ഞാൻ ഇന്ന് ഇച്ചിരി കഞ്ഞി വെക്കാൻ പോവാണ് പ്രിയങ്ങളെ. ഇമ്മിണി കഞ്ഞിയും ഇമ്മിണി പയർ തോരനും നമ്മുടെ ചീമപ്പുളി അച്ചാറും. ഇന്ന് അത് മതി. സൂപ്പർ മാർക്കറ്റിൽ കയറി 1 കിലോ ഗോതമ്പ് പൊടി മേടിച്ചു, 1 കവർ പാല് മേടിച്ചു. ഉച്ചയ്ക്ക് ഞാൻ വന്നപ്പോൾ അമ്മയ്ക്കുള്ള പാൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. മോനുകുട്ടനാണെങ്കിൽ എന്തുവാ അതുവഴി പച്ചക്കറി വണ്ടി പോമേ. അപ്പൊ അമ്മമ്മയും മോനോട് ഇറങ്ങിയപ്പോൾ അതിനകത്ത് പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നു. മോനുകുട്ടന് വേണമെന്ന് പറഞ്ഞാൽ അത് മേടിപ്പിച്ചായിരുന്നു. അപ്പൊ അത് ഷേക്ക് അടിക്കാൻ പാല് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്നേരത്തേക്ക് 2 കവർ പാല് മേടിച്ച് അവിടെ ഏൽപ്പിച്ചു. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്കുള്ളത് മാത്രം മേടിച്ചുകൊണ്ട് പോരുന്നു. വല്ലപ്പോഴും ഒക്കെ നമുക്ക് മേടിക്കും. നാളെ ഇപ്പം ഇവിടെ ഇരിക്കുമല്ലോ എന്ന് ഓർത്തോണ്ട് 1 കവർ മേടിച്ചാലേ മേടിക്കത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ കുളിച്ച് ജപിച്ച് വരാം. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. ഞാൻ കുളിയും ജപമൊക്കെ കഴിഞ്ഞ് വന്ന് പ്രിയങ്ങളെ, കഞ്ഞി വെക്കാം, പയറുതോരൻ വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ വൻപയർ മേടിച്ചതിരിപ്പില്ല, ചെറുപയർ ഇരിപ്പുണ്ട്. അതെനിക്ക് കഞ്ഞിയുടെ കൂടെ തോരൻ വെക്കുന്നത് എനിക്ക് അത്ര. അപ്പൊ അതിന് ഞാൻ ഇവിടെ എല്ലാം തിരഞ്ഞ കൂട്ടത്തിലാണ്. മാമി അന്ന് ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് തോന്നി ചക്കക്കുരു തോരൻ വെക്കാം, ചോറും വെക്കാം, മോരുകറിയുണ്ട്, പിന്നെ ഒരു കറി നമുക്ക് പാഴ്സൽ വാങ്ങിക്കാം. രാത്രിയിലത്തേക്ക് നമുക്ക് അങ്ങനെ അങ്ങോട്ട് പോവാം കേട്ടോ. അപ്പൊ നമുക്ക് ചക്കക്കുരു എടുക്കാം. പിന്നെ മോനുകുട്ടന് ഒരു മസാല ദോശയും ഒരു കറി, നമുക്ക് ചോറുണ്ണാൻ ഒരു കറി ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുളിച്ചിട്ട് യാതൊരു കാര്യമില്ല, ഉഷ്ണിക്കുന്നു. ഇത്രയും നാളായി ചക്കക്കുരു ഒക്കെ ചിരണ്ടി തോരൻ വെക്കും, മെഴുക്കുവരട്ടി വെക്കുകയൊക്കെ ചെയ്തിട്ട് അമ്മയോ മാമിയോ ആരെങ്കിലൊക്കെ വെച്ച് തരുന്നതാണ് നമ്മൾ കഴിക്കുന്നത്. ഇന്നൊരാഗ്രഹം നോക്കട്ടെ. കൈക്ക് വേദനയാണ്. ഇന്ന് പതിവിലും കൂടുതൽ ഇന്ന് വണ്ടി ഓടിച്ചു, അതുകൊണ്ട് കൈക്ക് വേദനയുണ്ട്. ഇന്ന് നമ്മുടെ ദേശദേവത പള്ളി ഉറങ്ങുകയാണ്. ഒരനക്കവും ഇല്ല കേട്ടോ. മിക്കവാറുള്ള കടകളെല്ലാം ഇന്ന് അവധിയാണ്. ജംഗ്ഷനിലൊക്കെ ഉള്ള കടകൾ കേട്ടോ. കുടിക്കാൻ ഇച്ചിരി വെള്ളം തിളപ്പിക്കാൻ അങ്ങോട്ട് വെച്ചു. അരിയും തിളപ്പിച്ച് കുക്കറിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വീഡിയോസിൽ ഒരാൾ പറഞ്ഞായിരുന്നു, മുത്തിങ്ങനെ അവധി എടുത്താലേ അറ്റൻഡൻസിന്റെ ഇഷ്യൂ വരും, അപ്പം എക്സാം എഴുതിക്കത്തില്ല എന്ന്. ശരിയാണ് കേട്ടോ. പക്ഷെ അറ്റൻഡൻസ് ആവറേജ് ഉണ്ട്. പിന്നെ ഈ 1 മാസം ഇവിടെ നിന്നില്ലേ, മെസ്സിന്റെ കാര്യമൊക്കെ വന്ന് ഗ്യാസിന്റെ പ്രശ്നമൊക്കെ വന്നപ്പോൾ, അപ്പൊ ഫുഡ് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ നിന്നതാണ്. മിക്കവാറും ഉള്ള കുട്ടികളൊക്കെ നാട്ടിലോട്ട് പോരുകയും ചെയ്ത ആ സമയത്ത്. അപ്പൊ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ചെന്നാല് വീണ്ടും പ്രശ്നമാകത്തില്ല ആഹാരത്തിന്റെ കാര്യം. അപ്പം അതുകൊണ്ടാണ് അന്ന് ഇങ്ങനെ നിന്ന് 1 മാസം നിന്നിട്ടാണ് പോയത്. അത് ഇനി അതൊന്ന് കവർ ചെയ്ത് വരണം. പിന്നെ ഇപ്പൊ നമ്മൾ വിളിച്ചത് നമുക്ക് വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ട് എനിക്ക് അവൻ വന്നേ പറ്റുള്ളായിരുന്നു. അതുകൊണ്ട് ഞാൻ വിളിച്ചു വരുത്തിയതാണ് 3 ദിവസത്തേക്ക് കേട്ടോ. അല്ലാതെ ഇത്രയും നാൾ നമ്മൾ കോളേജിൽ പോയി ഇത്രയും നാളിനോടകം അങ്ങനെ വെറുതെ ലീവ് എടുത്തൊന്നും വന്ന് നിന്ന് അറ്റൻഡൻസ് ഒന്നും പോയിട്ടില്ല. പിന്നെ ചില സാഹചര്യങ്ങൾ വരുമ്പം അവനില്ലാതെ പറ്റാത്തത് കൊണ്ട് നിർത്തുന്നതാണ് കേട്ടോ. പ്രായം എടുത്തിട്ടുള്ളത് ഇച്ചിരിയേ എടുത്തുള്ളൂ കേട്ടോ, ചെറുതാ വയ്യ. പക്ഷെ ആഗ്രഹം തോന്നി കഴിക്കണം, അതുകൊണ്ട് മാത്രം കഷ്ടപ്പെട്ടതാണ്. ഈ ചീനിച്ചട്ടിക്കകത്ത് തന്നെ അങ്ങോട്ട് വെക്കട്ടെ. ഒരു സവാളയൊക്കെ അരിഞ്ഞ് ഇച്ചിരി തേങ്ങാപ്പീരിയൊക്കെ ചേർത്ത് നമുക്ക് റെഡിയാക്കാം. ഇച്ചിരി ഉപ്പിടാം. വേവുമ്പോഴത്തേക്ക് ഇച്ചിരി അരപ്പ് റെഡിയാക്കാം.
ഇനി അത് വെന്തിട്ട് നമ്മൾ ഈ അരപ്പ് ചേർക്കുന്നു, ഉപ്പ് നോക്കുന്നു, പിന്നെ ഒരു ഇമ്മിണി വെളിച്ചെണ്ണയിൽ ഒരു നുള്ള കടുകിട്ട് പൊട്ടിച്ച് അതിനകത്തോട്ടിടും. കറിവേപ്പില ഇല്ല. എന്നിട്ട് വെള്ളമൊക്കെ പറ്റാറായി. ഞാൻ ഒരു സവാളയും കൂടെ അരിഞ്ഞ് അതിനകത്ത് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അരപ്പിടാം. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ എൻ്റെ പ്രിയങ്ങളോട് പല വീഡിയോസിലും പറഞ്ഞില്ലേ എൻ്റെ പല്ലിൻ്റെ പ്രശ്നം. ഇപ്പോൾ ഒട്ടും വയ്യ പ്രിയങ്ങളെ, പല്ലാകെപ്പാടെ എനിക്ക് ചൂടുവെള്ളം ഒഴിക്കാൻ വയ്യ, പച്ചവെള്ളത്തിൽ വാ കഴുകാൻ വയ്യ. സെൻസോഡൈനാണ് ഉപയോഗിക്കുന്നത്, അതും റാപ്പിഡ് റിലീഫ് വെച്ച് പല്ല് തേക്കുന്നുണ്ട്. എന്നിട്ടും ഒരു രക്ഷയില്ല. ഇനി ഇതും കൊണ്ടൊന്ന് ഡോക്ടറെ കാണാനൊന്ന് ഇറങ്ങിയേ പറ്റുള്ളൂ. പല്ല് എടുക്കാൻ പറ്റൂല, പക്ഷെ പല്ലിൻ്റെ ഈ പ്രശ്നങ്ങളൊന്നും ഒന്ന് സമാധാനിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റത്തുള്ളൂ. ഈ സൈഡിലത്തെ പല്ലിന് പോടുള്ളത് കൊണ്ട് ഞാൻ അവിടെ ഇട്ട് ചവയ്ക്കാറില്ല കേട്ടോ. എനിക്ക് വേദനയായിരുന്നു, ഇങ്ങോട്ട് ചെവിയുടെ ഇവിടോട്ടൊക്കെ വേദനയായിരുന്നു. അങ്ങനെ ഇനി ആ വശം ഞാൻ ഉപേക്ഷിച്ചിട്ട് ഈ വശത്ത് മാത്രമായിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എനിക്ക് ഇവിടോട്ടൊന്നും തൊടാൻ വയ്യ. അതുകൊണ്ട് മൊത്തത്തിൽ ആഹാരം കഴിപ്പൊക്കെ വളരെ കുറവാണ്. ഈ കട്ടിയുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഉപേക്ഷിച്ച് പ്രിയങ്ങളെ. ഞാൻ ഇന്നലെയൊക്കെ ഇരുന്ന് ഇങ്ങനെ ഓർക്കുമായിരുന്നു, കപ്പലിൻ്റെ മിഠായി, എള്ളുണ്ട, ശർക്കര പുരട്ടി, ഒന്നും എനിക്ക് അതുപോരാഞ്ഞിട്ട് ചക്കയുപ്പേരി പോലും കഴിക്കാൻ വയ്യായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പല സാധനങ്ങളും പോയി. അരപ്പൊക്കെ അങ്ങോട്ട് ചേർത്തു. ഞാൻ ഇച്ചിരി കടുവ് പൊട്ടിച്ച് ഇതിനകത്തോട്ട് ചേർക്കാം. ഉപ്പൊക്കെ നോക്കി കറക്റ്റാണ് കേട്ടോ. മോനുവേ വാ, മസാല ദോശ കഴിക്കും. മാത്രം വേണോ? വേണ്ട. അങ്ങനെ തന്നെ മതിയോ? എങ്ങനെയുണ്ട് മസാല ദോശ? ഇഷ്ടപ്പെട്ടോ? വട ഉണ്ടായിരുന്നു, ഉഴുന്നോടെ ഉണ്ടായിരുന്നു. മോന് കൂട്ടം കഴിക്കാനിരുന്നു. ഇനി എനിക്ക് ചോറ് വിളമ്പട്ടെ. ചോറും ചക്കക്കുരു തോരൻ എന്ന് പറയാൻ പറ്റത്തില്ല, പല്ലിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് ഇതുപോലെ വേവിച്ച് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മോരുകറി, പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ബീഫിൻ്റെ കറി കേട്ടോ, അതും കൂടി കുറച്ചെടുക്കുന്നുണ്ട്. ബാക്കി എടുത്ത് രാവിലത്തേക്ക് അപ്പം കഴിക്കാൻ മാറ്റി വെച്ച് ഫ്രിഡ്ജിൽ. അപ്പോൾ ഇന്നത്തെ അത്താഴം ഇതാണ്. കഴിക്കട്ടെ. എൻ്റെ പ്രിയങ്ങളെല്ലാം മാക്സിമം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. നാളെ കാണാമേ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.